നമ്മൾ എനർജി സക്കേഴ്സും ഉണ്ട്, എനർജി സപ്ലയേഴ്സും ഉണ്ട്. ചില ആളുകൾ രാവിലെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ എനർജി മൊത്തം അവരെ പോകും. ഇത് എന്നാ ഡ്രസ്സാണ് വിറ്റാമിൻ ഷർട്ടാണെന്ന് വീട്ടിൽ കിട്ടുമ്പോൾ വരെ ചോദിച്ചാൽ പിന്നെ നമ്മൾ ആ ഷർട്ട് എടുക്കുമ്പോൾ മറക്കോ പിന്നെ വരെ ഒരിക്കലും മറക്കില്ല. ഇന്നെ കുളിച്ചില്ലേ മുടിയൊക്കെ വല്ലാതിരിക്കണേ തീർന്നു നമ്മളല്ലേ. എനർജി സക്കേഴ്സ് എന്ന് പറയാം അങ്ങനെയുള്ള ആളുകൾ. അല്ലെങ്കിൽ പറയണേ ഇന്നലെ എൻ്റെ പൊന്നെ ഇന്നലത്തെ പ്രഭാഷണം കേട്ട് സഹിക്കില്ലാട്ടോ, എങ്ങനെ ആൾക്കാർ സഹിച്ചിരുന്നത് ഞാനും വിചാരിച്ചു എന്ന് എന്നോട് പറഞ്ഞാലും പണി നിർത്തും നമ്മൾ ചിലപ്പോൾ. ചില ആളുകളുടെ എനർജി സപ്ലൈസ്, അവരെ നമ്മൾ രാവിലെ കണ്ടു കഴിഞ്ഞാൽ അവരൊരു സ്ഥലത്തേക്ക് വന്ന എനർജി ഇങ്ങനെ അങ്ങോട്ട് പ്രസരിക്കും. നിങ്ങൾ അങ്ങനെ ആകണം വേണ്ടേ? ഉദാത്തമായൊരു ലക്ഷ്യം വേണം. നമുക്ക് മുന്നേറാൻ മഹത്വമാർന്നൊരു മാതൃക വേണം നമുക്ക് പിന്തുടരാൻ. മുളയ്ക്കുമ്പോൾ അഗ്നിച്ചിറകുകൾ അതീവ ശക്തങ്ങൾ വിദൂര തേജോ ലോകങ്ങളിലും പറന്നു ചെന്നിടാൻ. പ്രിയപ്പെട്ട കുട്ടികളെ, മാതൃകകളില്ലാത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ചൂണ്ടിക്കാണിക്കാൻ മാതൃകകളില്ല. അവിടെ ഗാന്ധിജിയുടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. നൂറ്റാണ്ടുകൾ കൊണ്ട് ഭാരതം ആർജിച്ച നേട്ടമാണ് ഈ അർദ്ധനഗ്ന രൂപം. നൂറ്റാണ്ടുകൾ കൊണ്ട് ഭാരതം ആർജിച്ച നേട്ടമാണ് ഈ അർദ്ധനഗ്ന രൂപം. ലോകത്തിന് ഭാരതത്തിന്റെ വലിയൊരു സംഭാവനയാണ് ഈ അർദ്ധനഗ്നനായ മനുഷ്യൻ, അല്ലെ? ലോകത്തിന് ഭാരതത്തിന്റെ വലിയൊരു സംഭാവനയാണ്. ലോകത്തിൽ നേതാക്കന്മാരെ ഇതുപോലൊരു നേതാവുണ്ടോ? നമുക്ക് ആർക്കും മാതൃകയാക്കാവുന്ന ഒരു വ്യക്തിയാണ് മഹാത്മാഗാന്ധി. മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ തീർക്കുവാൻ വേല ചെയ്യുകയാൽ മഹാത്മാഗാന്ധി എന്നുള്ള പേര് നീളെ പ്രസിദ്ധമായി. സത്യത്തെ ദൈവമായി കണ്ട് പൂജിച്ച പുരുഷോത്തമൻ. പങ്കം തീണ്ടാത്ത കർമ്മത്താൽ തങ്കം പോലെ തിളങ്ങിയവൻ. കുഞ്ഞുറുമ്പിനും ആപത്ത് പറ്റിയാൽ കരയുന്നവൻ. കുരുന്നു നുള്ളുവാൻ പോലും കൈ വിറയ്ക്കും ദയാമയൻ. സത്യം, ധർമ്മം, ദയ, നീതി എല്ലാം ഒത്തുചേരുമെങ്കിൽ ഗുണമൊക്കെ ഒന്നിച്ച ഗുരുവാണ് മഹാത്മജി. മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ തീർക്കുവാൻ വേല ചെയ്യുന്നവരാണ്, അല്ലേ? ഇന്ന് പൊതുപ്രവർത്തകർ എങ്ങനെയാ? ഞാൻ എല്ലാവരും അടച്ചു ആക്ഷേപിക്കില്ല കേട്ടോ. നമുക്കിങ്ങനെ മാറി എന്ന് കുറ്റപ്പെടുത്താനുള്ള അവകാശമില്ല. നമുക്ക് ഇതിനുള്ള അവകാശമുണ്ടോ? എല്ലാത്തിനും വിരൽ ചൂണ്ടാനുള്ള അവകാശം നമുക്കില്ല. ഉണ്ടോ? ഇല്ല. കേറി നിന്നതിനെ നേരെയാക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഉണ്ടോ? ഇല്ലേ? നമ്മളിങ്ങനെ വിരൽ ചൂണ്ടുമ്പോ ബാക്കി എല്ലാ വിരലുകളും നമ്മുടെ നേരെയാണ്. എനിക്ക് ദുഃഖമുണ്ട് എന്റെ ഇന്ത്യ നന്നായിടാത്തതിൽ, എനിക്ക് നാണമില്ല എന്റെ ഇന്ത്യ ഞാനും നന്നാക്കിയിടാത്തതിൽ.